ഒരുപാട് പ്രശ്നങ്ങൾ ഇൻഫെർട്ടിലിറ്റിയിൽ ഉണ്ടെങ്കിലും അവരൊക്കെ അതിനെ ഓവർകം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരാണ്. അതിനുവേണ്ടി അവർ പല കാര്യങ്ങളും ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇന്ന് മെജോറിറ്റി ഓഫ് ആളുകൾ ആ ഒരു സ്ട്രെസ്സിൽ നിന്ന് ഓവർകം ചെയ്യാനും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിൽ നമ്മളിപ്പോൾ നോർമലായിട്ട് നമുക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ നമ്മൾ നോർമലായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും ആളുകൾ വിചാരിക്കുന്നത് നമുക്ക് കുട്ടിയില്ലാത്ത വിഷമത്തിൽ ഇരിക്കുകയാണെന്നാണ്. എപ്പോഴും അവരിത് ആലോചിച്ച് വിഷമിച്ച് ഇരിക്കണം എന്ന് നിർബന്ധമില്ല. ഒരുപാട് പേര് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. എങ്കിൽ പോലും എപ്പോഴും ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഇതിൽ വിഷമിപ്പിച്ച് അങ്ങനെ ഇരിക്കുന്നവരല്ല. അപ്പോൾ അവർ പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അവർ ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അത്തരത്തിൽ പോകുന്ന ആളുകളാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പം വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ഇരിക്കുകയായിരിക്കും. പക്ഷേ നമ്മുടെ ചുറ്റിലുള്ളവർ വിചാരിക്കുക അവൾക്ക് കുട്ടിയില്ലാത്തതിൻ്റെ വിഷമത്തിലായിരിക്കും ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവുക, അപ്പം എന്തോ ഒരു വിഷമം അവൾക്കുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക. ചിലപ്പോൾ നമ്മൾ കാമായി ഇരിക്കുകയായിരിക്കും. പക്ഷെ അതിന് കുട്ടിയില്ലാത്ത വിഷമം കൊണ്ടാണ്, അവൾക്ക് എല്ലാം ഉണ്ട് പക്ഷെ കുട്ടിയില്ലാലോ എന്നുള്ള വിഷമത്തിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ആ ഒരു സഹതാപത്തിൽ നോക്കുന്ന ആളുകളും ഉണ്ട് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പം എപ്പോഴും അവർ വിഷമിച്ചിരിക്കുന്ന ആളുകളല്ല. അവർക്ക് പ്രശ്നങ്ങളുണ്ട്, എന്നാൽ പോലും അവരെപ്പോഴും വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരല്ല. അപ്പം ആ ഒരു കാര്യം പുറത്തു നിന്നുള്ള ആളുകൾ മനസ്സിലാക്കി ഇപ്പം നമ്മളെങ്ങനെയാണോ ഒരു നോർമൽ ആളെ കാണുന്നത് അതുപോലെ കണ്ടാൽ മതി. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അവർക്കുള്ളൂ എന്നുള്ളതാണ്.